അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ നമ്മുടെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ കമൻറ്റ് ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം കണ്ട് കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഈ വ്ളോഗ് കണ്ടിട്ടും കമൻ്റ് ഇടുക. ഇപ്പം തന്നെ ലൈക്ക് ചെയ്താൽ അത്രയും സന്തോഷം. ഓക്കെ, നമുക്ക് ഒരുപാട് കമൻറ്റ്സ് കഴിഞ്ഞ വ്ളോഗിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യും തോറുമാണ് നമ്മുടെ വീഡിയോസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതേപോലെ നിങ്ങൾ ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചായ ഉണ്ടാക്കുകയാണ്. ഇന്നലത്തെ നമ്മുടെ വ്ളോഗ് അത്യാവശ്യം വലിയ വ്ളോഗായിരുന്നു, എന്നാലും കുഴപ്പമില്ലാണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ കിണർ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, തുണി വെച്ച ബക്കറ്റ് റൗണ്ട് കിണറാണോന്ന്. അതെ, അത് നമ്മുടെ റിങ്ങില്ലേ, റിങ് ടൈപ്പ് കിണറാട്ടോ. ഇവിടെ നമ്മളവിടേക്ക് ഇങ്ങനെ വെട്ടുകല്ല് വെച്ചിട്ടല്ലേ കിണർ ഉണ്ടാക്കുക. ഇവിടെ റിങ്ങിലാണ്. ഇവിടെ എല്ലായിടത്തും ആണോന്ന് അറിയില്ല, ഞാൻ ഇവിടെ റിങ്ങിലാണ് കണ്ടേക്കുന്നത് കേട്ടോ. ഒരു റിങ് മുകളിലോട്ടായിട്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. അതിൽ കാണുമ്പോൾ തന്നെ പേടിയാവും. അപ്പം എന്തായാലും ഞാൻ ഇന്ന് കുട്ടികൾക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ വീസിൽ മതി, ഭയങ്കര ഈസിയാണ് കേട്ടോ. കറക്റ്റ് വേവായിട്ട് കിട്ടുക. അപ്പം എന്തായാലും ഞാൻ കാണിക്കുക. ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, കുക്കർ റൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ഉപ്പാക്കും ഉമ്മാക്കും അവൻ കൊണ്ടു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ചായ ഒന്ന് ചൂടാറ്റി ചായ എല്ലാം കുടിക്കണം. ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ജിനി സൂപ്പർ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ജിനിയുടെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറേ പേര് പറയാറുണ്ട്. കാരണം വീട്ടിൽ കിട്ടുന്ന കുറേ ഐറ്റം വെച്ചിട്ടല്ലേ ഞാൻ അധികം എല്ലാ റെസിപ്പികളും ഉണ്ടാക്കാറ്. അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ട് ഞാൻ വിചാരിക്കും വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയല്ലോ എന്ന്. പിന്നെ നമ്മൾ ഡെയിലി കുക്കിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്ളോഗിലൊന്നും അത് കാണിക്കണ്ടല്ലോ. ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെയും കാണിക്കുക ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ നന്നാക്കിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴുകി അതിനെയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതേപോലെ ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഡയറ്റിങ് പിന്നെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യണം എന്നൊക്കെ ഉണ്ട്, എങ്ങനെ ആവുന്നൊന്നും അറിയില്ല. ഇതാണ് ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്താലുള്ള പ്രശ്നം ഇതാണ് കേട്ടോ. പിന്നെ എല്ലാ വീഡിയോസും സൂപ്പറാണ്. ഹായ് ജിനി, കൊള്ളാം, നല്ല വീഡിയോ, റെസിപ്പീസ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻ്റ് ഉണ്ട്. പിന്നെ പൂവട ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക, എൻ്റെ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ നാട്ടിൽ ഇത് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള പലഹാരമാണല്ലോ, പ്രത്യേകിച്ച് മലബാർ സൈഡിലോട്ട് കേട്ടോ. അങ്ങനെ ഞാൻ എഗ്ഗൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് പുഴുങ്ങിയ ശേഷം പീൽ ചെയ്തെടുക്കുന്നുണ്ട്. കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു എഗ്ഗ് ഞാൻ കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് എടുക്കുകയാണ്. കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ, നമ്മുടെ കുക്കർ റൈസിൻ്റെ. ഫസ്റ്റ് തന്നെ റെസിപ്പി കാണിച്ച് ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാന്ന് വിചാരിച്ചേ. പിന്നെ എനിക്കും അയല ചെമ്മീൻ അലർജി ഉണ്ടാവും. വെറൈറ്റി ചെറുപയർ കറി, ചപ്പാത്തി റെസിപ്പി സൂപ്പർ. പിന്നെന്താണ്, ചിരവുന്ന മെഷീൻ സൂപ്പറാണ്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല അത് എങ്ങനെയെന്നുള്ളത്. വാങ്ങിച്ചാൽ ശരിക്കും എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ തേങ്ങ യൂസ് ചെയ്യുകയാണെങ്കിൽ 1-2 തേങ്ങയിലൊന്നും നിൽക്കൂല, ചിലപ്പോൾ 3 ഒക്കെ വേണ്ടി വരും. ഇപ്പം അടുത്ത് ഞാൻ 5 തേങ്ങ പൊളിച്ചിട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ വഴി ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെയുണ്ട്, തേങ്ങ പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ല ഒരെണ്ണൊക്കെ പൊളിക്കുകയാണെങ്കിൽ ശരി, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കും കേട്ടോ. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് യൂസും ചെയ്യും കേട്ടോ ഞാൻ. അപ്പോൾ എനിക്കത് മേടിച്ചാൽ ചിലപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ പിള്ളേരുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി അവർക്ക് അതന്നെ കഴിക്കാൻ കൊടുത്തു. പഴവും ആട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ചിലപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടല്ല കേട്ടോ സംസാരിക്കണം, അത് കാരണമാണ്. ഞാൻ നേരത്തെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതെന്താണെന്നല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും അവരുടെ ലഞ്ചൊക്കെ ഒന്ന് ഇങ്ങനെ എന്തിനാ കർച്ചീഫിൽ കെട്ടണേ ചോദിക്കണ്ടായിരുന്നേ.
കുട്ടികൾക്ക് കർച്ചീഫ് നിർത്തിയിട്ട് കഴിക്കുമ്പോൾ പുറത്തു പോകില്ലല്ലോ, പുറത്തു പോയാൽ പിന്നെ അത് താഴെ കിടന്ന്, കർച്ചീഫിലാവുമ്പോൾ അതങ്ങനെ കെട്ടി തിരിച്ചുകൊണ്ട് വരും. അപ്പൊ അവനക്ക് അത്രയും റൈസ് വേണ്ട പറഞ്ഞിട്ട് മാറ്റാൻ പോയതാട്ടോ ഞാൻ. പിന്നെ പഴം വാട്ടിയതും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പിള്ളേർ അതെല്ലാം കഴിച്ച് ഒരു പോട്ടെ, നമുക്ക് ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി നോക്കാം അല്ലേ. അപ്പോൾ ഞാനിതാ കുക്കറിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വലിയുള്ളി ആക്കിയതും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അര കിലോ റൈസ്, 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 1.5 തക്കാളിയും ചെറിയൊരു പീസ് ക്യാപ്സിക്കം കറിവേപ്പിലയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില എടുത്തുന്നേ ഉള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മാഗി ക്യൂബും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തി കൊടുക്കുക. ഗരം മസാല ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുത്തോളൂ കേട്ടോ. പിന്നെ വെള്ളം ഞാൻ എങ്ങനെയാണ് പറഞ്ഞാൽ, ഒരു പാത്രം അരിയാണെങ്കിൽ 2 പാത്രം വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം അങ്ങനെ എടുത്തിട്ട് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തൈര് ഒഴിച്ചു കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അപ്പോൾ തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ കസൂരി മേത്തി ഏകദേശം ഇത്രയും എടുക്കുന്നുണ്ട്. അത്യാവശ്യം ഫ്ലേവർ ഇരുന്നോട്ടെ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. അതിനുശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കുക. അരിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ അടച്ചിട്ട് ഒരൊറ്റ വിസിൽ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി എല്ലാവിടെയും മസാലയൊക്കെ വരുന്ന രീതിയിൽ ഇളക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ഇളക്കുന്നില്ലല്ലോ, ഒരേ ഒരു വിസിൽ മതി. ഓഫാക്കുക. കംപ്ലീറ്റ് സ്റ്റീം പോയ ശേഷം മാത്രം തുറന്നാൽ മതി കേട്ടോ. അപ്പം കറക്റ്റ് വേവായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞാൻ അങ്ങനെ കുക്കറിൽ റൈസ് ഉണ്ടാക്കാറില്ല കേട്ടോ വലിയ രീതിയിൽ. അതായത് ഇങ്ങനത്തെ ബിരിയാണി കാര്യങ്ങൾ, വെറും ചോറ് ഞാൻ കുക്കറിൽ തന്നെ വെക്കാറുള്ളത്. കാരണം നമ്മുടെ അവിടെ 3/4 മണിക്കൂർ ചോറ് വേവാനുള്ള ടൈം വേണം അല്ലാണ്ട് വെച്ചാൽ. കുക്കറിലാകുമ്പോൾ ജസ്റ്റ് ഒരു 1-2 വിസിലടുപ്പിച്ചാൽ സംഗതി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ലഞ്ചിൽക്കും അതുതന്നെ പാക്ക് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കാനും. എൻ്റെ പിള്ളേർക്ക് പിന്നെ സാലഡും കാര്യങ്ങളൊന്നും വേണ്ട, അവരൊന്നും കഴിക്കില്ല അതൊന്നും. ഞാനൊക്കെ നിർബന്ധിച്ച് കൊടുക്കുക. അപ്പോൾ സ്കൂളിലേക്ക് തൈര് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒന്നാമത് സ്കൂളിലേക്ക് തൈര് കൊണ്ടുപോയാൽ തുറക്കുമ്പോൾ ഒരുമാതിരി സ്മെല്ലും അല്ലേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ലഞ്ചെല്ലാം പാക്ക് ചെയ്തിട്ട് അവരും എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷൂ ഇടാണ്ട് ചെരുപ്പിട്ടിട്ടാണ് അവനെന്ന് സ്കൂളിൽ പോണത് കേട്ടോ. സംഭവം എന്താണെന്നറിയോ, പപ്പാൻ്റെ ചെരുപ്പ് തന്നെ എപ്പോഴും എടുക്കും കേട്ടോ അവന്. പപ്പാൻ്റെ എന്നല്ല, അവൻ്റെ കാലിൽ ഏത് ചെരുപ്പാ പാകം അത് അവൻ്റെ ചെരുപ്പാണിപ്പോൾ. അങ്ങനെയാണ് അവനത് സെറ്റാക്കി വെക്കാറ് കേട്ടോ. അങ്ങനെ 2 പേരും റെഡി ആയിട്ട്, ഒരാൾ ഷൂ ഒരാൾ ചെരുപ്പും. അവനക്ക് പിന്നെ ചെരുപ്പില്ലെങ്കിലും പ്രശ്നമല്ല. ഞാൻ പറയുന്നത്, ഈ പണ്ട് ഗാന്ധിജിയായിട്ട് ജനിക്കേണ്ട ആളായിരുന്നു, മണ്ണിനെ സ്നേഹിക്കുന്ന ആളാണെന്നൊക്കെ പറയട്ടെ ഞാൻ. അങ്ങനെ ഇതാ അവർ പോയ ശേഷം ഞാൻ വാഷിങ്ങിന് കൊണ്ടുപോയിട്ടു. പിന്നെന്താ, ഇൻഷാ അല്ലാ കഹാനിയിൽ നാട്ടിൽ വന്നിട്ട് പോണം. മണ്ണാർക്കാട് എവിടെയാണ് ഈ കട എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പാണ്ടിക്കാട്, എൻ്റെ സ്ഥലം പാണ്ടിക്കാടാണെന്ന്. ഓക്കെ, നമ്മുടെ മണ്ണാർക്കാട് കല്ലടി കോളേജ് അറിയോ, അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നേരെ. പിന്നെന്താ, ബനാന ആവിയിൽ വേവിക്കാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ജിനി മെലിഞ്ഞു, ഡിഫറൻസ് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ടില്ല എന്നാലും ചെറുതായിട്ട്. പിന്നെ ഞാൻ സൗദിയിൽ റിയാദിലാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ പൂവട അരിപ്പൊടിയിലാണ് ഉണ്ടാക്കാറുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ഇനി പറയുക, അരിപ്പൊടിയിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് പൂവട. മൈദയിലും ഗോതമ്പ് പൊടിയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് മോമോസായി പോകും കേട്ടോ. മൈദയിലൊക്കെ ഉണ്ടാക്കിയ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. മോമോസ് കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് പൂവട ഗോതമ്പ് പൊടിയിലൊന്നും ഉണ്ടാക്കി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ, അതൊന്നും പറയാൻ കിട്ടാനിട്ട് ഞാൻ എന്താ പറയാന്ന് ഇങ്ങനെ പറയും. അപ്പോൾ എന്താ മെസ്സേജ് വിടുകയെന്നോ എന്താ നിങ്ങൾ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. പിന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. അങ്ങനെ നമ്മൾ ഒരു ഉള്ളി ചമ്മന്തിയും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ.
അയ്യോ സ്ക്രീനിൽ നോക്കാനായിട്ട് അതങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ റെസിപ്പി പറയാം. അതായത് നമ്മുടെ ചെറിയുള്ളി, വെളുത്തുള്ളി, വലിയുള്ളി, പുളി, കറിവേപ്പില, വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതിലോട്ട് ഇച്ചിരി ഉപ്പും കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഇങ്ങനെ കറക്കി കറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല എരിവും പുളിയും ഭയങ്കര ചൊടുക്കനെ എന്ന് പറയട്ടോ ഇവിടെ ഉഷാറുള്ള ചമ്മന്തി റെഡി കേട്ടോ. ചോറിൽക്കായിരിക്കും ബെസ്റ്റ് കോമ്പിനേഷൻ. ഞാൻ എന്തായാലും ദോശയ്ക്കാണ് കേട്ടോ കഴിച്ചത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി വേണമെങ്കിൽ ഒറ്റിക്കുക, പച്ച വെളിച്ചെണ്ണ. അങ്ങനെ നല്ല സുടുസുടാ ദോശയിലോട്ട് ഇതങ്ങ് ഇട്ടിട്ട് ആഹാ ഇങ്ങനെ അങ്ങ് പിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് ഒത്തിരി ചമ്മന്തി ആക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ നാക്കൊക്കെ പൊള്ളി. അത്രയും എരിവ് കേട്ടോ. നിങ്ങൾ ഇത്രയും എരിവ് ഇടണ്ട. വറ്റൽമുളക് ഇടുമ്പോൾ എന്തായാലും കുറച്ച് എരിവ് ഉണ്ടാവും. അപ്പം നോക്കിയും കണ്ടൊക്കെ ഇടുക കേട്ടോ. പിന്നെ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കി ചായ എല്ലാം കുടിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ബിഗ് ബോസിന്റെ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അനുവിൻ്റെ ഫൈറ്റ് സീന് അങ്ങനെയൊക്കെ കാണും. പക്ഷെ എനിക്കിതുവരെ ആരും അവിടെ ഫേവറേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ എന്താ പറയാ, വീണ്ടും എന്താ പറയാന്ന് പറഞ്ഞു. ഓക്കെ, ഹായ് സുഖാണോ ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ പുഗട എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലോക്കൽ സ്ലാങ്ങിൽ അങ്ങനെ പറയാറുണ്ട് അല്ലേ, പുഗട എന്ന്. ശരിക്കും പൂവട എന്നാണ് കേട്ടോ, പുഗട എന്നല്ല. ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാട്ടോ. നമ്മുടെ മലപ്പുറം സൈഡിലോട്ടാണ് അങ്ങനെ ഒരു സ്ലാങ് വരുന്നത് കേട്ടോ. പിന്നെ എന്നോട് ടീ ടൈം ആയിട്ടുണ്ട്, ഒരു ഗ്ലാസ് ചായ തരുമോ ചോദിക്കുന്നുണ്ട്. ഇല്ല, തരത്തില്ല. നിങ്ങൾ എവിടെയോ കിടക്കുന്നു, ഞാനിങ്ങനെ തരാന്. പിന്നെ സൂപ്പർ വീഡിയോ ആയിരുന്നു ജിനി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ FBയിൽ കാര്യമായിട്ട് കമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെന്നോട് പിണങ്ങി തോന്നുന്നു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇപ്പം അങ്ങനെ കമൻ്റ് ഒന്നും വരുന്നില്ല. പിന്നെ 1 kg മട്ടൻ എത്ര രൂപയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഏരിയയിൽ എത്രയാ, 600 മുതൽ 800 അതിൻ്റെ ഉള്ളിലായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ ഇടയിൽ എണിച്ച് പോയി. ഉമ്മാനോട് ചോദിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ എൻ്റെ ഒരു ഊഹാപോഹം അങ്ങ് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ ഞാൻ വേഗം പയറ് പൊട്ടിച്ചെടുക്കുകയാണ്. നമുക്ക് പയറുപ്പേരി വെക്കണം. ഇടയായിട്ട് ഞാനൊരു വീഡിയോയിൽ പയറുപ്പേരി വെക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പയറ് കംപ്ലീറ്റ് നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എന്നെ കണ്ടിട്ട് ഗുണ്ടുമുളക് അയക്കണമെന്ന്. ഗുണ്ടുമുളക് അത്രേ ഞാൻ പറയണില്ല. മനുഷ്യനിവിടെ കഷ്ടപ്പെട്ട് കുറയ്ക്കും, എന്നിട്ട് വന്ന് കമന്റ് ഇടുന്നു ഗുണ്ടുമുളക് അയക്കണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്താവട്ടെ. പിന്നെ മുടി ഉണങ്ങിയാൽ പോയിക്കൊള്ളുന്നോ? ചെറുപയറിന്റെ പൊടിയാണോ മുടി ഉണങ്ങുമ്പോ പോകുന്ന? ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, എന്നെ കൊണ്ട് പറ്റണില്ല. എനിക്ക് തലയൊക്കെ ചൊറിയണ പോലെ ഉണ്ട്. ഞാനപ്പൊ എന്ത് ചെയ്യുന്നറിയോ, എണ്ണ തേച്ചിട്ട് മൈൽഡായിട്ട് ഷാമ്പു ചിലപ്പോൾ വെള്ളത്തിലൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് അതിന് തലയിൽ. എന്നും ഷാമ്പു ഇട്ടാ പ്രശ്നമാണോ? ഒന്ന് കമന്റില് എനിക്ക് അറിയിക്കുക. എന്നും ഞാൻ ഷാമ്പു ഇടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മുടി അങ്ങനെ നരച്ചിട്ടൊന്നുമില്ല, പക്ഷെ നരക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. എൻ്റെ ഹെയറിൽ ഒരു ഹെയർ മാത്രമാണ് വൈറ്റ് ഹെയർ വന്നിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അത് ഇടക്കിടക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? നമ്മുടെ ഫസ്റ്റ് പല്ല് വരുമ്പോ ഒരു സന്തോഷമില്ല, അതേപോലെ ഫസ്റ്റ് നിര വന്നപ്പോ എനിക്കൊരു സന്തോഷമായിരുന്നു. അപ്പൊ ഇത്താനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഫസ്റ്റത്തെ നിര വരുമ്പോ എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികം. പിന്നെ അത് 2 ആവും, 3 ആവും, 4 ആവും, 5 ആവും. പിന്നെ ഇങ്ങനെ കൂടുമ്പോഴായിരിക്കും ടെൻഷനും കൂടുകയെന്ന് അവൾ എന്നോട് ഇട്ടോ. ചിലപ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും മുടി അങ്ങനെ നരച്ചിട്ടൊന്നുമില്ല. ഡെയിലി ഷാമ്പു ഇട്ട് ഇനി എന്തായിരിക്കുമോ നരക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നോക്കാല്ലേ, എന്തായാലും വയസ്സായില്ലേ. ഇനിയിപ്പൊ നരച്ചാൽ എന്ത്, നരച്ചില്ലെങ്കിൽ എന്ത്. അതെന്തോ ആവട്ടെ. അങ്ങനെ ഞാന് പയറുപ്പേരി എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. തേങ്ങ പൊളിക്കുകയാണ് കേട്ടോ. ഇന്ന് റിഹാൻ പൊളിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ തന്നെ പൊളിച്ചു. 4-5 തേങ്ങയൊക്കെ പൊളിക്കുമ്പോ എങ്ങനെയാ പറഞ്ഞാൽ 2 ഞാൻ പൊളിക്കും, ബാക്കി അവൻ പൊളിക്കും. അങ്ങനെയാണ്. മൊത്തത്തിലൊന്നും നമുക്ക് പൊളിക്കാൻ വയ്ക്കൂല. എന്നാൽ ജിമ്മിൽ പോയാൽ വെയിറ്റ് എടുക്കണുണ്ടാലോ. വീട്ടിലത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുമെന്ന് വിചാരിക്കട്ടെ നമ്മള്. വെറും വിചാരം മാത്രം. അപ്പൊ തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോന് ലൈറ്റ് കുറവില്ലേ, എന്റെ ലൈറ്റ് കേട് നിൽക്കുകയാണ്. ഇന്ന് ശരിയാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ മുതലുള്ള വീഡിയോയിലൊക്കെ ലൈറ്റ് വരും കേട്ടോ. പിന്നെ കഷ്ടപ്പെട്ട് തേങ്ങ പൊളിച്ചപ്പോ വെള്ളം മൊത്തം
മൊത്തം അങ്ങോട്ട് അങ്ങ് പോയി. ഒരു സിപ്പ് വെള്ളം പോലും എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് ഈ തേങ്ങ ഒന്ന് പൂണ്ടെടുക്കണം. പിന്നെ എന്തായാലും അപ്പം തുടക്കണ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് വലിയ നല്ല സ്വഭാവം ഒന്നുമല്ല. കാരണം എന്താണെന്നറിയോ, നമ്മുടെ പണി ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ ഇതിലോട്ട് പയറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് ഞാൻ ഇതങ്ങ് അടച്ച് വെക്കുകയാണ്. ചെറിയ തീയിൽ കിടന്നിട്ട് വേവട്ടെ കേട്ടോ, ആവിയിൽ വെന്ത് കിട്ടും. അപ്പൊ അതിനൊരു പ്രത്യേക രുചിയാണ്. പിന്നെ അയല ഉണ്ടായിരുന്നു, അതിനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇടയായിട്ട് നല്ല അയല കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട് സംഭവം. ഇനി നമുക്കത് കറി വെക്കണം, വറുക്കും ചെയ്യണം കേട്ടോ. പിന്നെ ചെമ്പല്ലി ഉണ്ട്, അത് ഞാൻ എടുത്തില്ല, പിറ്റേ ദിവസം എടുക്കാന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. എല്ലാം എടുത്ത് എല്ലാം വറുത്ത എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ തീരും. പിന്നെ ഇതാ നമ്മുടെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അയലേക്ക് ഒന്ന് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഒന്ന് ചിരവി എടുക്കണം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ചാറ് വയ്ക്കുന്നത് വേറൊരു മോഡലിലാണ്. ചെറുള്ളിയും പച്ചമുളകും ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ മാങ്ങ ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ തക്കാളിയും ഇട്ട് കൊടുക്കുക. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കണം. പുളി നമ്മൾ വെള്ളത്തിലിട്ട് സെറ്റ് ആക്കണം കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചോട്ടെ, ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ അയ്യോ തൊണ്ട എന്തോ പോലെ. പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇനി സ്റ്റവ് ഓൺ ആക്കി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് വെന്ത ശേഷം മാത്രമാണ് തേങ്ങയൊക്കെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ തേങ്ങ ഞാനിവിടെ മൈ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അയില ഇട്ട് കൊടുക്കുകയാണ്. കറിയിൽ കഷ്ണങ്ങൾ ഇവിടെ വലിയ ഇഷ്ടമൊന്നുമില്ല, അപ്പൊ ഞാൻ കുറച്ച് കഷ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കറിയിൽ. ബാക്കിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്ത ശേഷം ഞാൻ തേങ്ങ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ വേണം നമുക്കിത് ഇങ്ങനെ ഇളക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചട്ടി ഇങ്ങനെ ഇളക്കിയാലും മതിട്ടോ. ചെറിയ തള വന്നിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്ത് ചെറിയുള്ളിയും അതുപോലെ ഉലുവയും ജീരകവും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അങ്ങനെ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നോർമൽ മസാലയാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. കുറെ കാണിച്ചതല്ലേ. നമ്മുടെ ഗ്രില്ലിലൊക്കെ പൊരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മസാല ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇന്നലത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതാ വേഗം ഞാൻ മീനിനൊക്കെ മസാല കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ മുടിയിലൊന്ന് ഇത് തേക്കണം, എണ്ണ തേക്കണം. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ എണ്ണയൊക്കെ തേച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് പിന്നെ സ്കിൻ കെയർ ആയിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ ഡെയിലി എൻ്റെ റൊട്ടീനിൽ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോ മുഖത്ത് എന്തിനാ അതും ഇതും വാരി തേക്കുന്നേ എന്നൊന്നും ചോദിക്കണ്ട, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. എനിക്ക് പൊതുവേ സ്കിൻ കെയർ ചെയ്യുന്നതും ഹെയർ എണ്ണ തേക്കുന്ന ഇഷ്ടമൊന്നുമില്ല. ഇപ്പം തേക്കുന്നേ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് കെട്ടിവെച്ച ശേഷം മുഖത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വേദിക്കിന്റെ ഫേസ് പാക്കിൽ ഞാൻ ഇച്ചിരി കോഫി പൗഡറും തൈരും ആഡ് ചെയ്തിട്ടാണ് ഇത് ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് തേക്കുമ്പോൾ. ഡാർക്ക് സ്പോട്ട് ഒന്നുമില്ല. ഞാൻ വേദിക്കിന്റെ വൈൽഡ് ടർമറിക് ഫേസ് പാക്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഞാൻ മറക്കാണെടോ, ഞാൻ വുഡിന്റെ പാത്രം ടാഗ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇന്നലെ ടാഗ് ചെയ്തില്ല അല്ലെ. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എന്തായാലും അത് ടാഗ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുക. അതേപോലെ ഈ ഒരു ഫേസ് പാക്കും പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ ഫോൺ ജസ്റ്റ് എന്തോ മെസ്സേജ് ഒക്കെ വന്നപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഇനിയിപ്പോ നമുക്ക് നേരെ തുടക്കാനൊക്കെ പോണം കേട്ടോ. തുടക്കലും കാര്യങ്ങളും കഴിയുമ്പോഴേക്കും ഫേസ് പാക്ക് ഒക്കെ ഡ്രൈ ആവും. 10 മിനിറ്റ് വെച്ചാൽ മതി. മഞ്ഞക്കറയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോ കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞിട്ട് മഞ്ഞ കളർ ഉണ്ട് എന്നൊക്കെ ഒന്നും വിചാരിക്കണ്ട. ഞാൻ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞു. അതിന്റെ ഇടയിൽ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാവുമ്പോ തുടക്കണേന്റെ ഇടയിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് അതും ആവുമല്ലോ. പിന്നെ നോക്കുമ്പോണ്ട് നല്ല മഴ പെയ്യണു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ ചൂട് സമയത്ത് പെട്ടെന്നൊരു മഴ കിട്ടിയപ്പോ ഉണ്ടല്ലോ റാഹത്തായിട്ടോ. അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നപ്പോ കറന്റ് അങ്ങ് പോയിട്ടാ.
പിന്നെ കറണ്ട് വരുന്നത് എപ്പോഴാണെന്നറിയോ 4 മണി 4:30 UPS ആണെങ്കിൽ പണി തരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫാനൊന്നും ഇല്ലാണ്ട് വൈഫൈയും ഇല്ലാണ്ട് ഒരു 3-4 മണിക്കൂർ കൂടേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവർ, FB ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.